വെൽക്കം ബാക്ക് ടു ജസ്നാസ് കുക്ക് ബൈറ്റ്സ്. ഇന്ന് നമ്മുടെ മലയാളികളുടെ ഒരു തനിനാടൻ വിഭവം ഇടിച്ചക്ക തോരൻ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് പലർക്കും അറിയുന്നതായിരിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിൽ പെട്ടിട്ടുള്ളവർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇടിച്ചക്ക തോരൻ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. ചെറുപ്പത്തിലൊക്കെ നമ്മൾ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുറത്ത് താമസിക്കുമ്പോൾ നമുക്ക് ചെറിയ ചക്കയൊന്നും അത്ര അങ്ങോട്ട് പെട്ടെന്ന് നമുക്ക് കിട്ടൂല. അപ്പോൾ വല്ലപ്പോഴാണ് നമുക്കിതുപോലെ ചെറിയ ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഇടിച്ചക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ മുമ്പ് കഴിച്ചതിനെക്കാട്ടൊക്കെ നല്ല ഇതിൽ ടേസ്റ്റ് നമുക്കിപ്പോൾ തോന്നും. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനെക്കാട്ടും ഇത്തിരി നല്ല എരിവിൽ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി സന്ധ്യ സമയത്ത് അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ഒന്ന് കഴിക്കാനാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ അല്ലാതെ അങ്ങനെയൊന്ന് നിങ്ങളൊന്ന് കഴിച്ചു നോക്ക്. ഒരു നല്ല കോമ്പിനേഷനായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇടിച്ചക്ക തോരന് വേണ്ടിയിട്ട് എനിക്കൊരു ചെറിയ ചക്ക കിട്ടി. അപ്പോൾ അതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മുടെ കൈമ നന്നായി ഒന്നങ്ങ് പുരട്ടാം. കാരണം പശ ഉണ്ടാവും. പശ നമ്മുടെ കൈമ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കത്തിമലും നന്നായിട്ട് ഒന്ന് വെളിച്ചെണ്ണ പറ്റി കൊടുക്കുക. അപ്പോൾ കത്തിമലും വല്ലാതെ അങ്ങ് പശ പിടിക്കില്ല. ആദ്യം നമുക്ക് ഇതിൻ്റെ ഞെട്ട് ഭാഗം ഉണ്ടല്ലോ, ആ ഞെട്ട് ഭാഗം മുറിച്ചിട്ട് മാറ്റിക്കളയാം. അപ്പോൾ ഞാൻ ഈ ഞെട്ടൊന്ന് മുറിച്ച് മാറ്റുകയാണ് കേട്ടോ. അതിന് ശേഷം നമുക്കിതുപോലെ ഇങ്ങനെ റൗണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ചിലർ ഇതിൻ്റെ തൊലി, അതായത് ആ മുള്ളിൻ്റെ ഭാഗം ചെത്തിക്കളഞ്ഞതിന് ശേഷമാണ് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്യുക. എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ റൗണ്ടാക്കി കട്ട് ചെയ്തതിന് ശേഷം മുള്ള് ഇത് ഇങ്ങനെ മുറിച്ച് മാറ്റുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഏതാണ് നിങ്ങൾക്ക് എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ചെയ്യാം. നമ്മൾ ആ വെളിച്ചെണ്ണയിൽ ഇത്തിരി ടിഷ്യൂ പേപ്പർ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അതുമേലത്തെ പശ നമ്മൾ തുടച്ച് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ആ വെളിച്ചെണ്ണ ഇത്തിരി ഒന്ന് ചേർത്ത് എല്ലാം പശയൊക്കെ തുടച്ച് മാറ്റി അതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി ഞാൻ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ മുള്ളുഭാഗം എടുത്തിട്ട് ചെത്തിക്കളയാം. അപ്പോൾ ഞാൻ കത്തി വെച്ചിട്ട് ഈ മുള്ളിൻ്റെ ഭാഗം ഇങ്ങനെ പതുക്കെ മേലേന്ന് ഇങ്ങനെ ഇതാക്കിയിട്ട് നമ്മൾ മുറിച്ച് മാറ്റി. ഇനി നമുക്ക് ഇത് ഒന്നും കൂടി, ഇപ്പോൾ ഇത്തിരി വലിയ കഷ്ണമല്ലേ, ഇത് ഒന്നും കൂടി ഒന്ന് ചെറുതാക്കിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വല്ലാതെ ചെറുതാക്കുകയും വേണ്ട, എന്നാൽ വല്ലാതെ വലിയ പീസസായിട്ടും നമ്മൾ എടുക്കരുത്. അപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ ഒന്ന് മുള്ളൊക്കെ ചെത്തി മാറ്റിയതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം. ചക്കയുടെ മുള്ളെല്ലാം ഞാൻ മുറിച്ച് മാറ്റിയിട്ട് ഒക്കെ വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ കഷ്ണങ്ങളാക്കിയാൽ മതി കേട്ടോ. അതല്ല നിങ്ങൾ കുക്കറിൽ തന്നെ വേവിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് പാത്രത്തിലിട്ടിട്ട് വേവിച്ചാലും മതി. അപ്പോൾ കുറച്ചും കൂടി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ ഈ ചക്കയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് മിക്സാക്കി. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കുകയാണ്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു വിസിൽ വരാറാവുമ്പോൾ നമുക്ക് ഇത് തീ ഓഫാക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് വേവിച്ചെടുക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് നാളികേരത്തിൻ്റെ ആ ഒരു ചമ്മന്തി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നാളികേരം എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ തോരൻ എടുക്കുന്നതിനേക്കാട്ടും കുറച്ചും കൂടി കൂടുതൽ നാളികേരം വേണം. കറിവേപ്പില വേണം, ചെറിയുള്ളി വേണം, പച്ചമുളക് വേണം. നമ്മൾ ഓൾറെഡി കുറച്ച് മുളക് പൊടി ചക്ക വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ള പച്ചമുളക് നിങ്ങൾ എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഞാൻ നന്നായി കൈവച്ചൊന്ന് തിരുമ്പി മിക്സ് ആക്കുകയാണ്. നമ്മൾ തോരനൊക്കെ ചതച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ തോരൻ കുറച്ചും കൂടി ടേസ്റ്റി ആവും. കാരണം ആ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഓൾറെഡി ഇപ്പോൾ തന്നെ നാളികേരത്തുമ്പോൾ പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് നിർത്തി ഇങ്ങനെ ചതച്ചിട്ടെടുക്കാം. അപ്പോൾ നിങ്ങളിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. കാരണം നിങ്ങൾ നിർത്തി ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഒരു ചതച്ച പരുവത്തിലേക്ക് ആക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും. ചക്കയൊക്കെ
വേവിച്ചെടുത്തിട്ടുണ്ട്, ചൂടാറി. നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഞെരടി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിങ്ങനെ വിടർത്തിയിട്ട് എടുക്കാനായിട്ട് പറ്റും. നല്ല ഇളയ ചക്കയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഞെരടിയാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവും. നമ്മൾ ഉള്ളിയൊക്കെ ചതയ്ക്കുന്ന ആ ഒരു കുഞ്ഞ് ഇതുണ്ടല്ലോ കല്ലിൻ്റെത്, അത് വെച്ചിട്ട് ഈ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോഴും നമുക്കിതുപോലെ തന്നെ ഇതാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു കല്ല് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതെല്ലാം നന്നായിട്ട് ഒന്ന് ഇടിച്ചെടുക്കട്ടെ കേട്ടോ. ചക്കയൊക്കെ ഇടിച്ച് ഞാൻ പാകാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ ആ ഒരു ചമ്മന്തി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായി നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് മിക്സാക്കി നന്നായിട്ട് അതിനുശേഷം നമ്മളൊരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ ഒന്ന് അടച്ചു വെക്കുക. അതിനുശേഷം നമുക്കിത് കാച്ചിയെടുക്കാം. തോരൻ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ അടുത്തുള്ള ഉരുളിയോ ചീനച്ചട്ടിയോ എന്ത് പാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു, ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് പൊട്ടിച്ചു. ചിലർ ഇതിലേക്ക് ഉഴുന്നും കൂടി ചേർത്ത് പൊട്ടിക്കാറുണ്ട്. ഞാൻ ഉഴുന്നിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ആ ചക്കയുടെ മിക്സ് കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ആദ്യമേ ഒന്ന് മിക്സാക്കുക. കടുക് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇനി ബാക്കിയുള്ള ചക്ക കുഴച്ച് വെച്ചതും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ എരിവും ഉപ്പൊക്കെ ഒന്ന് നോക്കാട്ടോ. എരിവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളക് 2 കൂടിയിട്ട് ചതച്ചതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അപ്പം ഞാനിതൊന്ന് നന്നായി ഒന്ന് മിക്സാക്കട്ടെ. ഇത് നന്നായി മിക്സായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു മൂടി വെച്ചിട്ട് നമ്മളൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ആവി കയറ്റിയിട്ടെടുക്കണം. കാരണം വേവാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതി. ആവി കയറുമ്പോഴാണ് ആ നാളികേരമൊക്കെ ഒന്ന് വെന്ത് എല്ലായിടത്തേക്കും അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് സ്പ്രെഡ് ആവുള്ളൂ. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു, നമുക്ക് തുറന്ന് നോക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇടിച്ചക്ക തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. പിന്നെ ചിലർ നാളികേരം ചതച്ച് ചേർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ ഇതിൽ വെളുത്തുള്ളിയൊന്നും ചേർക്കുന്നില്ല. ഞങ്ങളുടെ ഭാഗത്തൊന്നും അങ്ങനെ വെളുത്തുള്ളി ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.